മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മളിൽ ധാരാളം പേരെ ഇംഗ്ലീഷുകാരെ ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ശ്രമിച്ചിരുന്നു. അതിലവർ വലിയ വിജയം നേടിയത് ഭാരതീയരെ ആര്യന്മാരും ദ്രാവിഡന്മാരുമായിട്ട് വേർതിരിച്ചതിലാണ്. മാക്സ് മുള്ളറാണ് അത് ചെയ്യാനായിട്ട് ലോർഡ് മെക്കോളെ ഏൽപ്പിച്ചത്. ആദ്യം സന്തോഷത്തോടു കൂടി ചെയ്തുവെങ്കിലും അത് ദുരുദ്ദേശത്തോടു കൂടി ചെയ്ത ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ മാക്സ് മുള്ളർ അത് തിരുത്തി പറയാൻ ശ്രമിച്ചപ്പോൾ അത് കേൾക്കാൻ ആരും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ ഉണ്ടായില്ല. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നില്ല. ലൈബ്രറിയോട് ചേർന്ന ഓഡിറ്റോറിയം. ഞാനത് കാണാനായിട്ട് പോയിട്ടുണ്ട്. മറിച്ച് അദ്ദേഹം ആര്യന്മാരും ദ്രാവിഡന്മാരുമാണ് ഇന്ത്യയിലുള്ളത്, ആര്യന്മാർ യൂറോപ്പിൽ നിന്ന് വന്നവരാണ് എന്ന ഫ്രോഡായിട്ടുള്ളൊരു തിയറി ഉണ്ടാക്കി. എല്ലാ ഇംഗ്ലീഷുകാരും സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. എന്താ കാരണം അറിയോ? നിങ്ങൾ ആര്യന്മാർ ഇന്ത്യയിലേക്ക് ആദ്യം പോയി, ഞങ്ങൾ ആര്യന്മാർ പിന്നീട് വന്നു. നമ്മൾ രണ്ടുപേരും സഹോദരന്മാരാണ്. അതുകൊണ്ട് ഇന്ത്യയെ നമുക്ക് തുല്യമായിട്ട് പങ്കുവയ്ക്കാം. ഇതാണ് ഇംഗ്ലീഷുകാരെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ചത്. You are our brothers. You came to India earlier. We came later. But we are brothers. We are the offspring of the great Aryans. ശരിക്ക് ജർമ്മനിയിലെ ഹിറ്റ്ലർ വരെയും ആര്യന്റെ ശ്രേഷ്ഠ രക്തം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഭാരതത്തിലെ ആൾക്കാർ ആര്യന്മാരാണെങ്കിൽ തെക്കേ ഇന്ത്യയിലെ കറുത്ത തൊലിയുള്ളവർ ദ്രാവിഡന്മാരാണെന്ന് അവർ മുദ്ര കുത്തി. ദ്രാവിഡൻ എന്ന വാക്കേ വേദത്തിലോ ഒന്നിലുമില്ല. ദ്രമിള എന്ന വാക്കുണ്ട്, ദ്രാവിഡൻ എന്ന വാക്കില്ല. ഇന്ത്യയെ രണ്ടായിട്ട് തിരിച്ചു. ദ്രാവിഡന്മാരുടെ ദേവതമാര് വേറെയാണ്, ആര്യന്മാരുടെ ദേവന്മാര് വേറെയാണ്. അങ്ങനെ DMKയും ADMKയും പെരിയോറും ഈ അണ്ണാദുരയും ഇതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ചക്കങ്കണ മാതിരി ഇരിക്കുന്ന കരുണാനിധിയുമെല്ലാം ദ്രാവിഡ എന്ന വാക്കുപയോഗിച്ച് തമിഴരെ ഉയർത്താൻ ശ്രമിച്ചു. അത് ഭാരതത്തെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ പിന്നീട് നെഹ്റുവിന്റെ ഡൈനാസ്റ്റിയും എല്ലാ JNUക്കാരും ആസ് യൂഷ്വൽ ഭാരതത്തിനെതിരെ എന്തെല്ലാം പറയാനും അവതരിപ്പിക്കാനും വീക്ഷണങ്ങൾ ഉണ്ടാക്കാനും അവസരം കിട്ടുമോ അതിൻ്റെ ഈറ്റില്ലം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അവരും അതിഗംഭീരമായിട്ട് ഇന്ത്യയിൽ രണ്ടുപേരാണ്. ആര്യന്മാർ പുറത്തുനിന്ന് വന്ന് ദ്രാവിഡന്മാരെ കൊന്നു കുഴിച്ചുമൂടി ആര്യന്മാരാക്കി തീർത്തു എന്നുള്ളതൊക്കെ വരുത്താൻ ശ്രമിച്ചു. പക്ഷേ ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം തമിഴിലുള്ള സംസ്കൃത വാക്കുകളെല്ലാം മോൺലിയർ എന്ന് പറയുന്ന ആളെ കൊണ്ട് മാറ്റിച്ചു. എന്നിട്ട് തമിഴ് ഡിക്ഷണറി ഇംഗ്ലീഷുകാരുണ്ടാക്കി, തമിഴ് സാഹിത്യം ഇംഗ്ലീഷുകാരുണ്ടാക്കി, തമിഴരെ കൊണ്ട് അതിൽ സംസ്കൃത വാക്കുകളൊന്നും ഉപയോഗിക്കരുത് പറഞ്ഞു. എന്നിട്ട് ചൂണ്ടിക്കാണിച്ചു, കണ്ടില്ലേ തമിഴിൽ സംസ്കൃതമേ ഇല്ല. അതിന് കാരണം തമിഴ് ദ്രാവിഡരുടെയും മറ്റുള്ളതിൽ സംസ്കൃതമുണ്ട്, അത് ആര്യന്മാരുടേതുമാണ്. തെലുങ്കില്, കന്നഡയില്, അതുപോലെ മറാഠിയിലൊക്കെ സംസ്കൃതമുണ്ട്, അത് ആര്യന്മാരുടെ ഭാഷയാണ്. തമിഴ് ദ്രാവിഡന്മാരുടെ ഭാഷയാണ്, അതിൽ സംസ്കൃതം ഇല്ല. ഉണ്ടായിരുന്ന 2800ഓളം കോമൺ ആയിട്ട് ഉപയോഗിച്ച സംസ്കൃത വാക്കുകൾ മാറ്റി സംസ്കൃതമില്ലാത്ത തമിഴ് ഉണ്ടാക്കി. അതാണ് ദ്രാവിഡന്മാരുടെ ഭാഷ എന്ന് മോൺലിയറെ പോലെയുള്ളവർ പറഞ്ഞു. പക്ഷേ ഭാരതീയ ചിന്താധാര നോക്കുക. ഈ തിരുക്കുറൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ഇത് നിങ്ങൾ സാധിക്കുമെങ്കിൽ വാങ്ങിക്കണം. എന്താ തിരുക്കുറൾ എന്ന് മലയാളിക്ക് അറിഞ്ഞൂടാ. തിരുവള്ളുവർ എഴുതിയ അടയാർ ലൈബ്രറി സീരീസിൽ വോളിയം 77 and 68 ആയിട്ട് 67 and 68 ആയിട്ട് പബ്ലിഷ് ചെയ്താണ്. ജനറൽ എഡിറ്റർ K. കുഞ്ഞുണ്ണി രാജ. തിരുക്കുറൾ വിത്ത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. നല്ല VR രാമചന്ദ്ര ദീക്ഷിതരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ലഭിക്കുന്നത് ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങൾക്കും ലഭിക്കുന്ന തിയോസഫിക്കൽ പബ്ലിഷിംഗ് ഹൗസ്, തിയോസഫിക്കൽ സൊസൈറ്റി, അടയാർ, ചെന്നൈ 20. ഫോൺ നമ്പർ ഇല്ല. ചെന്നൈ 20, അടയാർ ചെന്നൈ 20. അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗംഭീരമായിട്ടുള്ള ഈ പുസ്തകം കിട്ടും. വളരെ കോസ്റ്റ്ലി ഒന്നുമല്ല. എന്നാലും ഇടത് സൈഡിൽ റോമൻ ലിപിയിൽ തിരുവള്ളുവരുടെ വരികളും വലത് സൈഡിൽ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുമാണ്. ഈ നമ്മുടെ പൈതൃകത്തിൽ എന്തെല്ലാം ഉണ്ടോ, നമ്മുടെ ഈ സോ കോൾഡ് ആര്യന്മാരെന്ന് വികൃതമായിട്ട് പറയുന്ന നമ്മുടെ വേദങ്ങളിലും
അതുപോലെ തന്നെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഉള്ളത് തന്നെയാണ് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് തിരുക്കുറൾ തിരുവള്ളുവരിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ അതിലുള്ളതും. ആദ്യത്തേതൊന്ന് നോക്കുക, ഇൻ പ്രൈസ് ഓഫ് ഗോഡ്, ഈശ്വര വന്ദനമാണ്. അതിൽ ഇന്ദ്രനും ചന്ദ്രനും എല്ലാം പെടുന്നുണ്ട്. പിന്നെ വരുണദേവനെ ആണ് രണ്ടാമത്തെ അധ്യായത്തിൽ. 10 ശ്ലോകം വീതാണ്, ദശകങ്ങൾ വീതാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ പ്രൈസ് ഓഫ് റെയിൻ, മൂന്നാമത്തെ അധ്യായത്തിൽ സന്യാസത്തിന്റെ മഹത്വം, ദ ഗ്രേറ്റ്നെസ് ഓഫ് റിനൗൺസിയേഷൻ. നാലാമത്തെ അധ്യായത്തിൽ ധർമ്മത്തെക്കുറിച്ച് മാത്രം 10 വരികളാണ്, മറക്കരുത്. അഞ്ചാമത്തെ അധ്യായത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ച്, ആറാമത്തേതിൽ പത്നീധർമ്മത്തെക്കുറിച്ച്, ഏഴാമത്തേതിൽ പുത്രധർമ്മത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും, എട്ടാമത്തേതിൽ ദയ, സ്നേഹം, അനുകമ്പ എന്ന പ്രതിഭാസത്തെക്കുറിച്ച്, 9-ാമത്തെ അധ്യായം അതിഥി മര്യാദകളെക്കുറിച്ച് എല്ലാം, 10-ാമത്തേതിൽ സ്വീറ്റ് വേർഡ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാങ്മേ മധുമത്തമ, വാക്കില് തേനിന്റെ മധുരം ഉണ്ടാവണം, അതാണ് സ്വീറ്റ് വേർഡ്സ്. 11-ാമത്തേത് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത. എല്ലാം നമ്മുടെ പൈതൃകവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള വരികളാണ്. ഇത്രയും ഞാൻ എന്തിനാ വിവരിച്ചത്? ധാരാളം കാര്യങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധരിപ്പിച്ചതൊന്ന് ശരിയായി ധരിപ്പിക്കാൻ ഞാൻ വെറുതെ ഒരു വാക്കെടുക്കാൻ. ഓൺ നോൺ സ്റ്റീലിംഗ് 29-ാമത്തെ അധ്യായത്തിൽ ഞാൻ 2-3 വരി വായിക്കാം. ശരിക്ക് അസ്തേയം എന്ന പതഞ്ജലിയുടെ യമനിയമങ്ങളിൽ നോൺ സ്റ്റീലിംഗ്, കക്കാതിരിക്കുക. ഇതിൻ്റെ 281-ാമത്തെ സന്ദേശം, ഹി ഹൂ വാണ്ട്സ് ടു കമാൻഡ് റെസ്പെക്ട് മസ്റ്റ് ഗാർഡ് ഹിസ് മൈൻഡ് എഗൻസ്റ്റ് റോബിംഗ് അതേഴ്സ്. ആരാണോ സമൂഹത്തിൽ ആദരവും ബഹുമാനവും പ്രതീക്ഷിക്കുന്നത് അവര് സമൂഹത്തിൽ നിന്ന് കള്ളത്തരത്തിലൂടെ കാര്യങ്ങൾ എടുക്കുന്ന കള്ളന്മാരെ പോലെ പെരുമാറരുത്. ഇറ്റ് ഈസ് എ സിൻ ടു ലസ്റ്റ് ഫോർ അനദേഴ്സ് ബിലോങ്ങിങ്സ്. മറ്റുള്ളവരുടെ വസ്തുക്കൾ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു പാപമാണ്. ഇൽ ഗോട്ടൺ വെൽത്ത് ഹവെവർ വാസ്റ്റ് കംസ് ടു നോട്ട്. ദുഷ്ടപ്രവൃത്തിയിലൂടെ ഉണ്ടാക്കുന്ന ഈ സമ്പത്ത് ഒരിക്കലും ആർക്കും പ്രയോജനം ഇല്ലാണ്ട് പോകും. ഇൻഓർഡിനേറ്റ് ഡിസയർ ടു സ്റ്റീൽ ബ്രിങ്സ് ഇൻ ഇറ്റ്സ് ട്രെയിൻ എൻലെസ് സഫറിംഗ്. അർഹതയില്ലാത്ത പലതും മറ്റുള്ളവരിൽ നിന്ന് ചൂഷണം ചെയ്യുന്നത് അന്തമില്ലാത്ത ദുഃഖത്തിനും വേദനയ്ക്കും കാരണമാവും. Can never grace and love be found in one who exploits the unwary. സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന വ്യക്തികളുടെ മനസ്സിനകത്ത് നന്മയും ദയയും നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. The dark thought of stealing is absent in those who are alive to the value of life. ജീവിതത്തിൽ മൂല്യാധിഷ്ഠിതമായ സന്ദേശം പകർത്തി ജീവിക്കുന്നവരുടെ മനസ്സിൽ ഒരിക്കലും ചൂഷണം ചെയ്യാനുള്ള കറുത്ത ചിന്താധാരകൾ ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വായിക്കാനുള്ള കാരണം നമ്മൾ തിരുക്കുറൾ പരിചയപ്പെടണം, അറിയണം, നമ്മുടെ പ്രഭാഷണങ്ങളിലൊക്കെ അത് പെടുത്തണം. ശരിക്ക് വളരെ ഗംഭീരമായിട്ട് നല്ല 10 വരികൾ വെച്ച് അത് അവസാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് തമിഴ് മാത്രം കൊടുത്തിട്ടുണ്ട്, പിന്നെ തമിഴും ഇംഗ്ലീഷും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 133ഓളം ദശകങ്ങളാണ് ഉള്ളത്. അപ്പൊ 1330 സന്ദേശങ്ങളാണ്. ശ്ലോകങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ തമിഴിൽ എഴുതിയ 1330 സന്ദേശങ്ങളാണ്. നാരായണീയത്തിൽ 1000 ശ്ലോകങ്ങൾ, 100 ദശകങ്ങൾ ഇൻറ്റു 10 1000. ഇതിൽ 1330 ദശകങ്ങൾ, 1330 സന്ദേശങ്ങൾ, 133 അധ്യായങ്ങളിലായിട്ട് 133 ദശകങ്ങൾ. ദശകങ്ങൾ എന്ന് വെച്ചാൽ 10 എണ്ണം. 133 ഇൻറ്റു 10 1330 സന്ദേശം. തിരുക്കുറൾ നമ്മൾ പഠിക്കണം, നല്ലതാണ്, സിമ്പിളാണ്, വളരെ സിംപ്ലസ്റ്റ് ബ്യൂട്ടിഫുൾ ലാംഗ്വേജാണ്. തിരുക്കുറൾ പഠിക്കണം എന്ന് പറയുമ്പോൾ അതിലെ സന്ദേശങ്ങളൊക്കെ പഠിക്കണം എന്ന് ഒരർത്ഥം ഉണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് തിരുക്കുറൾ എന്താണ് എന്നെങ്കിലും പഠിക്കണം എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഡീപ്പായിട്ട് പോകാൻ സാധിക്കുമെങ്കിൽ ധൈര്യമായിട്ട് പോവുക. അല്ലെങ്കിൽ എന്താണ് തിരുക്കുറൾ, ആരാണ് തിരുവള്ളുവർ, സ്വാമി വിവേകാനന്ദ റോക്കിന്റെ സൈഡിൽ തിരുവള്ളുവരുടെ ഉജ്ജ്വലമായിട്ടുള്ള പ്രതിമ, ഒരു സന്യാസി ഋഷിവര്യന്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. അത് ഭാരതീയ ഋഷിവര്യനാണ്, അല്ലാണ്ട് ദ്രാവിഡ ഋഷിവര്യനോ ആര്യ ഋഷിവര്യനോ അല്ല. നമ്മളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ ഓരോന്നും എങ്ങനെയൊക്കെ ഇവിടെ ഭരിച്ചിരുന്നവരും ഇപ്പോൾ ഭരിക്കുന്നവരിൽ ചിലരും
ബുദ്ധിജീവികൾ എന്ന് പറയുന്നവരൊക്കെ ഉപയോഗിക്കുന്നു. അതെല്ലാം നമ്മൾ തിരിച്ച് മനസ്സിലാക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. തിരുവള്ളുവരുടെ കാര്യവും തിരുക്കുറളുടെ കാര്യവും അതുകൊണ്ടാണ് പ്രസന്റ് ചെയ്തത്. പ്രണാമം, നമസ്കാരം.